ഇത് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം. സാറേ, മരിയ സുഹൃതങ്ങളിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മളിനി 12ാമത്തെ സുഹൃതമാണ് ധ്യാനിക്കാനുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആഴപ്പെടാൻ വീണ്ടും ആ 11 ഒന്ന് കേട്ടിട്ട് നമുക്ക് 12ലേക്ക് കടക്കാം. മാതാവ് കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളതിൻ്റെ അടയാളങ്ങളായിട്ടാണ് മരിയൻ സുഹൃതങ്ങളെ നമ്മൾ ധ്യാനിക്കുന്നത്. മാതാവിൻ്റെ ജീവിതത്തിൽ മാതാവിന് ഈശോയോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് സഹായിച്ച ചില പുണ്യജീവിത മാതൃകകൾ നമുക്കെല്ലാം ഒന്നും നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ നമ്മൾ ധ്യാനിച്ചും നമുക്ക് ചിന്തിച്ചും നമുക്ക് നല്ലതാണെന്ന് തോന്നിയത് നമ്മുടെ ജീവിതത്തെ പ്രകാരം മാതാവിനോടൊപ്പം ഈശോയിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചില ചിന്തകളാണ് നമ്മൾ പ്രധാനമായിട്ടും ധ്യാനിക്കുന്നത്. അങ്ങനെ നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്ന ചില സുഹൃത്തുക്കളാണ് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സുഹൃത്തുക്കളുടെ അഭ്യസനം വഴിയായിട്ട്, സുഹൃത്തുക്കൾ പാലിക്കുന്ന വഴിയായിട്ട്, സുഹൃത്തുക്കളെക്കുറിച്ച് ധ്യാനിച്ച് ആ സുഹൃത്തുക്കൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ട്യൂൺ ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം അമ്മയുടെ കൈപിടിച്ച് വളരെ ലളിതമായിട്ടും വളരെ വിശുദ്ധമായിട്ടും വളരെ ആ നിത്യതയിലേക്കുള്ള യാത്ര ഏറ്റവും എളുപ്പമാക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് അനുഭവപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ സംസാരം നടത്തുന്നത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടിയാണ്. സ്ഥിരമായിട്ട് ദിവസവും നമ്മൾ പ്രാർത്ഥിച്ച് ദിവസവും മാതാവിൻ്റെ ആ ഒരു സുഹൃത്തുക്കൾ കൊണ്ട് നിറഞ്ഞ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ കാലഘട്ടത്തിൻ്റെയും വെല്ലുവിളികൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ആ ഓരോരോ കാലഘട്ടങ്ങളിലെ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനും നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള നമ്മളിലുള്ള ദൈവിക പ്രവർത്തനം നന്നായി നടത്താനും പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ നമ്മളെ കൈപിടിച്ച് നടത്തി ശക്തിപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒരു 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 ലക്ഷണമാണ് ഇപ്രകാരമുള്ള സുഹൃത്തുക്കൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും ആ സുഹൃത്തുക്കൾ അഭ്യസിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദ നീഡ് ഓഫ് ദ അവർ ഇസ് ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇപ്രകാരമുള്ള ആ നല്ല ചിന്തകളോടുകൂടി നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശുദ്ധിയിൽ ആഴപ്പെടാനും നിത്യതയിലേക്കുള്ള യാത്ര സുഗമാകുവാനും വേണ്ടിയിട്ടുള്ള ഈ ചിന്തകളും ഈ പ്രാർത്ഥനകളും ഈ ധ്യാനങ്ങളും ഒരർത്ഥത്തിൽ. അപ്പോൾ ഈ ധ്യാനങ്ങളെല്ലാം അപ്രകാരമുള്ളൊരു നിത്യതയിലേക്കുള്ള യാത്രയിൽ നമുക്ക് കൂട്ടായിരിക്കട്ടെ, നമുക്ക് സഹായമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നും കൂടി നമ്മൾ ചിന്തിച്ച സുഹൃത്തുക്കളെക്കുറിച്ച് ധ്യാനിക്കാം. ഒന്നാമത്തേത് മാതാവിൻ്റെ ആഴമേറിയ മൗനം. രണ്ടാമത്തേത് അഗാധമായ എളിമ. മൂന്നാമത്തേത് അനുസ്യൂതമായ വിശ്വാസം. നാലാമത്തേത് നിരന്തരമായ ഇന്ദ്രിയ നിഗ്രഹം. തീക്ഷ്ണമായ സ്നേഹം. തീവ്രമായ പ്രാർത്ഥന. ഉറച്ച ശരണം. നലം തികഞ്ഞ വിശുദ്ധി. മരണം വരെയുള്ള വിശ്വസ്തത. നിഷ്കളങ്കവും നിഷ്കപടവുമായ മനസാക്ഷി. നിതാന്തമായ ജാഗ്രത. ഇത്രയുമാണ് നമ്മൾ ഇതുവരെ ധ്യാനിച്ചത്, പ്രാർത്ഥിച്ചത് മാതാവിനോടൊപ്പം ചേർന്നെന്ന് പറയുമ്പോൾ നമ്മൾ ജപമാല ചൊല്ലുന്നത് പോലും മാതാവിൻ്റെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ്. അപ്പം അമ്മ നമ്മുടെ കൂടെ ഉണ്ട് പ്രാർത്ഥിക്കാൻ. നമ്മൾ നടത്തുന്ന ശുശ്രൂഷയിലെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും. കാരണം അമ്മ കൂടെ ഇരുന്നിട്ടാണ്. കാരണം അമ്മയെക്കുറിച്ച് സ്തുതിക്കാൻ വേണ്ടിയിട്ടല്ല, അമ്മയെ ഇതുവഴിയായിട്ട് മഹത്വപ്പെടുത്താനും വേണ്ടിയിട്ടില്ല. പക്ഷെ അമ്മ ശീലിച്ച സുഹൃത്തുക്കളിലൂടെ നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ സഹായിക്കുന്ന അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മ കൂടെ ഇരുന്നുകൊണ്ട് മക്കളെ മകൻ്റെ കൂടെ അയക്കാൻ വേണ്ടി ശക്തിപ്പെടുത്തുന്നതാണ് ഈ ശീലങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ആ പരിശുദ്ധാമ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് ഈ അടുത്ത സുഹൃത്തത്തെ ധ്യാനിക്കാം. സ്ഥിരമായ ഉത്സാഹം എന്നുള്ളതാണ്. എന്താ ഉത്സാഹം? എന്തും
ചെയ്യാനായിട്ട് എപ്പോഴും തയ്യാറായിരിക്കുന്ന അവസ്ഥ, ഒരാവശ്യമാണ്, ഒരാവേശം. ഉത്സാഹത്തിൻ്റെ മറുവശം എന്താ? മടി. മടി. നമ്മൾ ഫലപ്പെട്ട ദോഷങ്ങളും അതെ പുണ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ മടിക്ക് ഉത്സാഹം, ദോഷങ്ങളാണ് മടി, അതിൻ്റെ എതിർ പുണ്യമാണ് ഉത്സാഹം എന്ന് പറയുന്നത്. മടിക്ക് ഉത്സാഹം എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അല്ല, നമ്മൾ സുഹൃത്തുക്കളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളിത് ധ്യാനിക്കുന്നത് മടിക്ക് ഉത്സാഹം. അലസമായ മനസ്സ് വർക്ക്ഷോപ്പാണ്, പണിപ്പുരയാണ്. A lazy mind is the workshop of the devil. അത് നമ്മളെ മഹാന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ മഹാന്മാരോ പറയുന്ന പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, അലസരായിരിക്കുന്നവരെയാണ് ഈശോ വിളിച്ചു കൊണ്ടുവന്ന് തോട്ടത്തിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നത്. നിങ്ങൾ അലസരായി വഴിവെക്കുകളിലും തെരുവീതികളിലും ഇരുന്ന് ദുർഭാഷണം നടത്തിയോ വ്യർത്ഥദോഷണം നടത്തിയോ പരദോഷണം നടത്തിയോ ഇരിക്കാതെ നിങ്ങൾ വന്ന് അധ്വാനിക്കുക, ഉത്സാഹിക്കണം. കാരണം ദൈവരാജ്യം ഇപ്രകാരം മത്സരിച്ച് വിജയിക്കുന്നതാണ്, യുദ്ധം ചെയ്ത് നേടുന്നതാണ്. യുദ്ധം ചെയ്യാത്തവൻ യുദ്ധത്തിൽ വിജയിക്കില്ല, യുദ്ധം ചെയ്യാത്തവൻ യുദ്ധത്തിൽ തോറ്റുപോകും. അപ്പം ഈ ജീവിതത്തിൻ്റെ യാത്ര എന്നുള്ളത് നമ്മൾ ഒരർത്ഥത്തിൽ ആത്മീയമായ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു യുദ്ധം ചെയ്യൽ തന്നെയാണ്. എന്തിനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? ശത്രുവിനോടാണ് യുദ്ധം ചെയ്യുന്നത്. മിത്രത്തോട് ആരും യുദ്ധം ചെയ്യില്ല, ശത്രുവിനോട് യുദ്ധം ചെയ്യുള്ളൂ. ആരാ നമുക്ക് ശത്രു ഉണ്ടോ? ശത്രു ഉണ്ട്. ആരാണ് ആ ശത്രു? ആ ശത്രുവായ സാത്താൻ എന്നാണ് നമുക്ക് പറയുന്നത്. ശത്രുവായ സാത്താൻ എന്ന് പറയുന്നത്. സാത്താനാണ് നമ്മുടെ ശത്രു. പിശാച്, ഈവിൾ, തിന്മയുടെ രൂപമാണ്. തിന്മ രൂപം കൊണ്ടതാണ് സാത്താൻ, അല്ലെങ്കിൽ സാത്താൻ അവതരിക്കുന്നത് തിന്മയിലൂടെയാണ്. അപ്പം സാത്താനെ കണ്ടിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിന്മ ചെയ്യുമ്പോൾ സാത്താനെ കാണുകയോ സാത്താൻ്റെ പ്രവർത്തനം കാണുകയോ സാത്താൻ്റെ ഇടപെടൽ നമ്മൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എവിടെ തിന്മയുണ്ടോ അവിടെ സാത്താൻ്റെ, കാരണം സാത്താൻ്റെ പ്രവൃത്തി തിന്മയും ദൈവത്തിൻ്റെ പ്രവൃത്തി നന്മയും. അപ്പം ഈ സാത്താൻ ഒരു ശത്രുവാണെന്നുണ്ടെങ്കിൽ ആ ശത്രുവിനോട് സ്ഥിരമായി നമ്മൾ യുദ്ധം ചെയ്താൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പാതയിൽ ആയിരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ പാതയിൽ നിന്നും എൻ്റെ കാല് വഴുതാനും എൻ്റെ കണ്ണ് വെട്ടിക്കാനും എൻ്റെ വഴി മാറ്റാനും സ്ഥിരമായി ഉത്സാഹിക്കുന്ന, സ്ഥിരമായി പ്രയത്നിക്കുന്ന, ഉത്സാഹം മാത്രമല്ല പ്രയത്നിക്കുന്ന ഒരു ശത്രുവാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അതാണ് സാത്താൻ. ആ സാത്താനെതിരെ അതേപോലെ തന്നെ സ്ഥിരമായി എതിർത്ത് യുദ്ധം ചെയ്തിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എൻ്റെ നിത്യതയിലേക്കുള്ള യാത്ര തടസ്സപ്പെടുത്താനായിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് എനിക്കെതിരെ പടവെട്ടുന്ന ആ തിന്മയെ, ശത്രുവായ സാത്താനെ എതിർത്ത് തോൽപ്പിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുള്ളൂ. അത് ഒരിക്കൽ തോൽപ്പിക്കൽ മാത്രമല്ല, അന്ത്യം വരെയും ഇവനെൻ്റെ മുമ്പിൽ പടവെട്ടിക്കൊണ്ടിരിക്കും. ഈ അന്ത്യം വരെയും ഇവനോട് പടവെട്ടി ജയിച്ചാലേ എനിക്ക് നിത്യതയുടെ കവാടത്തിലെത്താൻ സാധിക്കുള്ളൂ. ആ നിത്യതയുടെ കവാടം എനിക്ക് തുറന്നു കിട്ടുകയുമേ ഉള്ളൂ. ഇത് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. 3 കാര്യങ്ങൾ. വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി, അതായത് എന്നിലുള്ള ദൈവത്തെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ആ ഓട്ടം പൂർത്തിയാക്കുന്നത് ആ മരിക്കുന്ന നിമിഷം വരെയുള്ള ഓട്ടമാണ്. അതുവരെ ഞാൻ ഓടുകയാണ്. ഈ ലോകത്ത് ഞാൻ എൻ്റെ യാത്ര എന്നുള്ളത് ദൈവത്തിങ്കിലേക്കുള്ളൊരു ഓട്ടമാണ്. ജനിക്കുന്ന നിമിഷം മുതൽ ആത്മാവിനെ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കുന്നവരേക്കും ഞാൻ ഓടുകയാണ്, അവസാന ശ്വാസം വരേക്കും. ഈ അവസാന ശ്വാസം വരെയുമുള്ള ഒരു പടവെട്ടൽ, സാത്താനെതിരെ പടവെട്ടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം ഈ യാത്ര തടസ്സപ്പെടുത്തുക എന്നുള്ളത് അവനെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യമാണ്. അവൻ്റെ ദൗത്യം ഞാൻ നിത്യതയിൽ എത്തരുന്നതാണ്. ദൈവത്തിൻ്റെ എന്നെ പ്രതീക്ഷയോടെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന എൻ്റെ അപ്പനോ, ഈ അവനെ കവാടത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എൻ്റെ അപ്പൻ, അവിടെ എത്താതിരിക്കാനായിട്ട് പ്രയത്നിക്കുന്ന സാത്താൻ. അപ്പം ഈ സാത്താനെ തോൽപ്പിച്ചിട്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ. ഈ സാത്താനെ ഒരിക്കൽ തോൽപ്പിക്കലല്ല ഉള്ളത്. അവന് അതുകൊണ്ട് നല്ലവണ്ണം യുദ്ധം ചെയ്ത് എൻ്റെ ഓട്ടം ഈ ഓട്ടം പൂർത്തിയാക്കുന്ന അവസാന നിമിഷം വരെയും എനിക്ക് ഈ പടവെട്ടൽ ആവശ്യമുണ്ട്. അപ്പം ഞാൻ എവിടെയെങ്കിലും അലസനായിരുന്നാലോ
എൻ്റെ യാത്ര മുടങ്ങി. ഇതുകൊണ്ടാണ് സ്ഥിരമായ ഉത്സാഹമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിങ്കിലേക്കുള്ള നിത്യതയിലേക്കുള്ള, നിത്യതയിൽ നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തിങ്കിലേക്കുള്ള നമ്മുടെ യാത്ര അതൊരു ഓട്ടമാണ്. ആ ഓട്ടത്തിൽ സ്ഥിരമായി ഉത്സാഹിച്ച്, എവിടെയെങ്കിലും നമ്മൾ തളർന്നിരുന്നാൽ, മടി കാണിച്ചിരുന്നാൽ, മടി പിടിച്ചിരുന്നാൽ, അവിടെ നമ്മൾ യുദ്ധത്തിൽ തോറ്റു. യുദ്ധത്തിൽ തോറ്റാൽ പിന്നെ നമ്മളെ അടിമയാക്കി ശത്രു കൊണ്ടുപോകും. അവൻ ഫുൾ ടൈം ഉത്സാഹിയാണ് നമ്മളെ തിന്മയിലേക്ക് വീഴിക്കാൻ. അവൻ നമ്മളെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ പിന്നെ അവൻ്റെ അടിമയായി വീണ്ടുപോയി. അപ്പോൾ വീഴാതിരിക്കാൻ നമ്മൾ സ്ഥിരമായി ഉത്സാഹിച്ചുകൊണ്ടിരിക്കണം. ആ ഉത്സാഹമാണ് പരിശുദ്ധ അമ്മ ഈ സ്ഥിരമായ ഉത്സാഹം എന്നുള്ളൊരു സുഹൃത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആർക്കെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പിന്നെ നേടി എന്നതിനെ ഓർത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ പോയി, വീണുപോയി. കാരണം നമ്മുടെ ആത്മാവിനെ തിരിച്ച് ദൈവത്തിലേക്ക് എത്തിക്കുന്ന നിത്യതയുടെ നിമിഷം വരേക്കും ഈ ഓട്ടം ഞാൻ നടത്തേണ്ടവനാണ്. അതുവരെ ഞാൻ ഉത്സാഹത്തോടെ ഇരിക്കണം. ഉത്സാഹിക്കേണ്ടത് ഒരു പ്രയത്നമാണ്. പ്രയത്നം എന്നുള്ളത് എന്നിൽ സാത്താൻ എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കാനും എൻ്റെ നിത്യതയുടെ വഴി തടസ്സപ്പെടുത്താതിരിക്കാനും വേണ്ടി അവനെ പടപെട്ട് തോൽപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകലാണ്. അവിടെ എന്നിൽ മനസ്സിൽ കളങ്കം കയറാതിരിക്കാൻ, ഹൃദയം അശുദ്ധമാകാതിരിക്കാൻ, എൻ്റെ വഴി എനിക്ക് തെറ്റാതിരിക്കാൻ, എൻ്റെ വഴിയിലൂടെ യാത്ര എനിക്ക് ദുർഘടം നിറഞ്ഞതാവാതിരിക്കാൻ പരിശുദ്ധ നമ്മുടെ കൂടെ സഹായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഉത്സാഹിക്കണം. നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടത് ഉത്സാഹമാണ്. ആ ഉത്സാഹത്തിന് എപ്പോഴും ദൈവത്തിൻ്റെ കൂട്ടുണ്ടാവുകയും ചെയ്യും. മടിയന് ദൈവത്തിൻ്റെ സഹായം ഉണ്ടാവില്ല. സാർ, ഈ ശാരീരികമായ ഒരു ഉത്സാഹം എപ്പോഴും എനർജറ്റിക് ആയിരിക്കാൻ നമുക്ക് പോഷകമായ ആഹാരങ്ങളും എല്ലാം വേണമല്ലോ. അപ്പോൾ അതില്ലെന്നാണെങ്കിൽ നമ്മളൊരു മന്ദതയിലായിരിക്കും, എന്തെങ്കിലും അസുഖം വന്നാൽ. അപ്പോൾ ഈ ഒരു ആത്മീയമായ ഉത്സാഹം നമുക്കുണ്ടാകാൻ നമുക്ക് എവിടെ നിന്നാണ് ഈ ഒരു ശക്തി നമുക്ക് കിട്ടുക? ശരീരത്തിന് ഉണർവ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നല്ല ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കും. ആത്മാവും ജീവനല്ലേ? അതെ. ആ ജീവനും ഇപ്രകാരം ഒരു ഉണർവുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആത്മാവിന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം. ആത്മാവിന് ആവശ്യമായ ഭക്ഷണം ഏതാ? വിശുദ്ധ കുർബാന ഏറ്റവും വലിയ ഭക്ഷണം. ഈ വഴിയപ്പം എന്ന് പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ നമ്മുടെ യാത്രയിൽ, നിത്യതയിലേക്കുള്ള യാത്രയിൽ നമുക്ക് പൊതിച്ചോറ്, പൊതികെട്ടി നൽകുന്ന ആ ജീവൻ്റെ ആ അപ്പമാണ്. അത് ആത്മാവിന് ജീവൻ നൽകുന്ന അപ്പമാണ്. ആ പരിശുദ്ധ കുർബാന എന്നുള്ളത് ആ കുർദാശ വഴിയായിട്ട് ഈ ആത്മാവിന് ജീവനും ഉണർവും ഉന്മേഷവും ഉത്സാഹിക്കാനായിട്ടുള്ള വലിയൊരു ഒരു 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 ഊർജവും കിട്ടുകയും ചെയ്യുന്നു. ആ ഊർജമില്ലാത്തവന് സ്ഥിരമായി ഉത്സാഹിക്കാൻ സാധിക്കില്ല. അവൻ്റെ ആത്മാവിൻ്റെ മന്ദതയായിരിക്കും. ഇതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മന്ദോഷ്ണൻ എന്ന് പറഞ്ഞ് നമ്മെ കുറ്റപ്പെടുന്നത്. ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണൻ. ആ മന്ദോഷ്ണനെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കില്ല എന്നാണ്. അപ്പം നമ്മുടെ ആത്മാവിന് ചൂട് തരുന്നത്, ഊർജം തരുന്നത്, ജീവൻ തരുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഈ ജീവൻ്റെ അപ്പം, ഈ വഴിയപ്പം, ഈ പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയുടെ ഒരു പരിശുദ്ധ കുർബാനയും അതുപോലെ നമ്മുടെ പിന്നെ മറ്റ് തിരുക്കർമ്മങ്ങളും വഴിയായിട്ട് നമ്മൾ ഊർജം സംഭരിക്കുകയും ചെയ്യുന്നു. നമ്മളൊരു ബാറ്ററിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ കുത്തിവെക്കുന്ന മാതിരി നമ്മൾ ചാർജ്ഡ് ആവുന്നത്, നമ്മൾ ശക്തി കൊണ്ട് നിറയുന്നത്, ഓടാനായിട്ടുള്ള ഊർജം സംഭരിക്കുന്നത് ഇപ്രകാരം ഈ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും മറ്റ് തിരുസഭയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് കുദാശകളുടെ അനുഷ്ഠാനം വഴിയായിട്ടാണ്. സാറേ, ഈ ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ശക്തി കിട്ടുന്നത്, എല്ലാ ദിവസവും കുർബാന പങ്കെടുക്കണമെന്നൊക്കെ അറിയാം, പക്ഷെ പോകാനായിട്ട് തോന്നണില്ല, പറ്റണില്ല, ഉറങ്ങിപ്പോകുന്നു, സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണത് കിട്ടുന്നത്? ബോണിയുടെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണാതിരിക്കൂ? ഇല്ല. മിണ്ടാതിരിക്കൂ? ഇല്ല. സമീപത്ത് എത്താതിരിക്കൂ? ഇല്ല. ആ സ്നേഹത്തിന്റെ അടയാളം എന്താ? കാണുക, മിണ്ടലാണ്, സമീപത്തുണ്ടായിരിക്കലാണ്, സാന്നിധ്യം അനുഭവിക്കലാണ്. എങ്കിലേ സാധിക്കുള്ളൂ നമുക്ക്. അവൻ കൈനീട്ടി അവനെ സ്പർശിച്ചു, അവന് സുഖപ്പെട്ടു. ഈ കൈ നീട്ടാൻ എവിടെ ഇരിക്കണം? കൈ നീട്ടി എൻ്റെ സ്പർശനം കൊള്ളാൻ ഞാൻ എവിടെ ഇരിക്കണം? ഞാൻ ബോണിയെ തുടരണമെന്നുണ്ടെങ്കിൽ ബോണി കൈയുടെ അടുത്തിരിക്കണം. ഈ അടുത്ത് വരുന്നത് സ്നേഹത്തിൻ്റെ അടയാളമാണ്.
സ്നേഹമില്ലാത്തടത്ത് അടുത്ത് വരാൻ തോന്നില്ല എന്നൊക്കെ. അപ്പോൾ സ്നേഹമില്ല സത്യത്തിൽ അല്ലേ? സ്നേഹവും ഇല്ല, ബോധ്യവും ഇല്ല. സ്നേഹവും ബോധ്യവും ഉണ്ടായാലേ അതുമേലുള്ള കൃപ ഉണ്ടാകുകയുള്ളൂ. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് ആ ജീവൻ്റെ ആ തുടിപ്പ് കൊണ്ട് നിറയാനായിട്ട് ഒരാവശ്യമുണ്ടാകും. പരിശുദ്ധ ആവേശപൂർവ്വം പോകുന്നതിൻ്റെ ഒരു വലിയൊരു അടയാളമാണ് ഈ ആത്മാവിന് പോഷണമായിട്ടുള്ള ആ ജീവൻ കൊണ്ട് നിറയാനായിട്ടുള്ള വലിയൊരു ഒരു 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 ആവേശം. അത് സ്നേഹത്തിൻ്റെ അടയാളം തന്നെയാണ്, ഒരു സംശയം വേണ്ട അതിനകത്ത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വേറെ പലതും ഒഴിവാക്കുന്നില്ല. അതെ അതെ, സാർ പറഞ്ഞിട്ടുണ്ട്, പലതും ഒഴിവാക്കുന്നില്ല. അപ്പം സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഈ അടുത്തിരിക്കാനും സംഭാഷിക്കാനും ആ സാന്നിധ്യത്തിൻ്റെ ഊർജം ഉൾക്കൊള്ളാനും, അതുപോലെ സാന്നിധ്യത്തിൻ്റെ ഊർജം മാത്രമല്ല എന്നെ ശക്തിപ്പെടുത്തുന്ന സ്വർഗീയ മന്ന, ജീവൻ്റെ അപ്പം പറഞ്ഞു. എൻ്റെ ജീവൻ്റെ അപ്പമാണ് ഈ പരിശുദ്ധ കുർബാന. ആ ജീവൻ എനിക്ക് നിലനിർത്താനും ജീവൻ എന്നിൽ പരിപോഷിപ്പിക്കാനും ഈ പരിശുദ്ധ കുർബാന വഴിയായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധ കുർബാനയും ഇപ്രകാരമുള്ള പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും പരിശുദ്ധ ഉപദാശകളും തിരുക്കർമ്മങ്ങളൊക്കെ വഴിയായിട്ട് ഇതെല്ലാം എന്നിലൊരു ഉത്സാഹിക്കാനായിട്ടുള്ള ഊർജം തരിക ചെയ്യണം. ഈ ഊർജമില്ലെങ്കിൽ ബോണി പറഞ്ഞ് ശരിയാണ്, ആർക്കും ഉത്സാഹം ഉണ്ടാവില്ല, ഒരു മന്ദതയുണ്ടാവും, ഒരു തളർച്ച ഉണ്ടാവും. ഊർജമില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് തളർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ ഊർജമില്ല എന്നുണ്ടെങ്കിൽ ആത്മാവിനും തളർച്ച ഉണ്ടാവും. അപ്പോൾ ഈ ഊർജം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഉത്സാഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടു വഴിക്കും ചിന്തിക്കാം. ഊർജം കിട്ടാൻ വേണ്ടി ഉത്സാഹിക്കണം, ഉത്സാഹത്തോടെ ഊർജം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഈ ഊർജം കൊണ്ട് നിറയാനാണ്. എന്നിട്ട് ആ ഊർജം കൊണ്ട് ഞാൻ നിറയുന്നതാണ് പരിശുദ്ധ വഴിയായിട്ട് എന്നെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു 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 കൃപയിലൂടെ മാത്രമേ ഈ ഉത്സാഹിക്കാനായിട്ടുള്ള ഊർജം എനിക്ക് ലഭിക്കുകയുള്ളൂ. അത് പൂർണ്ണമായിട്ടും പോണി പറഞ്ഞ് ശരിയാണ്. ആ ഊർജം കൊണ്ട് നിറയാത്തതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഒരു അലസത വരുന്നത്. അതുകൊണ്ടാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മൾ പയ്യെ 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 അകറ്റുക എന്നുള്ളതാണ്. ഒരു അലസനെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് അവന് മടി കൊടുത്താൽ മാത്രം മതി. ക്ഷീണം കൊടുക്കുന്നു, മടി കൊടുക്കുന്നു, അവനൊരു ഒരു അലസത വരുത്തുന്നു. പിന്നെ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. ഈ നാളെ എന്നുള്ളത് എനിക്കുണ്ടെന്ന് എന്താ ഉറപ്പ്? യാതൊരു ഉറപ്പുമില്ല. അപ്പം ഇന്ന് എനിക്ക് കിട്ടേണ്ട കൃപ ഞാൻ നിരസിച്ചിട്ടാണ് നാളേക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, നാളെ എന്നുള്ളത് എൻ്റെ ദിവസത്തിൽ ആയുസിൻ്റെ കണക്കിൽ ദൈവം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിരാകരിച്ച കൃപയായിരിക്കും ഞാൻ യുദ്ധത്തിൽ തോറ്റതിൻ്റെ കാരണമായിട്ട്. അതുകൊണ്ടാണ് സ്ഥിരമായി ഉത്സാഹിക്കണം. ഓരോ ദിനവും ദൈവം നമുക്ക് പുതിയ സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിനവും ദൈവം പുതിയ സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ നിറയ്ക്കാനുള്ള സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലണം. നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ ചെല്ലണം. അല്ലാതെ നമുക്ക് പെട്രോൾ ആരും കൊണ്ടെത്തുന്ന ഇവിടെ ഒഴിക്കുന്നത്. വണ്ടിയിൽ പെട്രോൾ നിറയ്ക്കാൻ പെട്രോൾ അടിക്കുന്ന സ്ഥലത്തെയാണ്. എൻ്റെ ഊർജം കൊണ്ട് നിറയാൻ ഞാൻ ഈ ഊർജത്തിൻ്റെ സ്രോതസ്സിലേക്ക് ചെല്ലണം. ഈ സാറ് പറഞ്ഞായിരുന്നല്ലോ, കൈ ഉയർത്തി അനുഗ്രഹിക്കണമെങ്കിൽ കൈയുടെ അടുത്ത് കൈ നീട്ടി അനുഗ്രഹിക്കണമെങ്കിൽ ആ കൈ എത്തുന്ന സ്ഥലത്ത് ഉണ്ടാകണമല്ലോ, അടുത്തിരിക്കണമല്ലോ. അപ്പോൾ ആ അങ്ങോട്ട് വരാനായിട്ട് സത്യത്തിൽ ആ ഒരു കൃപ തന്നെ നമ്മൾ സഹായിക്കണ്ടേ? തീർച്ചയായിട്ടും കൃപ സഹായിക്കണം. കൃപ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്നുള്ള പരിശ്രമം മതി. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നിൽക്കുക, തക്ക സമയത്ത് അവിടെ നിന്ന് ഉയർത്തിക്കൊള്ളും. നമ്മൾ താഴ്ന്നു നിന്ന് നമ്മൾ ഉത്സാഹിച്ചാൽ മാത്രം മതി. അതുമേൽ കൃപ ചൊരിയുന്നത് ദൈവം തിരുമനസ്സാകുന്ന സമയത്ത് കൃപ ചൊരിഞ്ഞിരിക്കും. അതെ, സാർ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ തീരുമാനിക്കുക, പ്രവർത്തിക്കുക, തീരുമാനമെടുക്കുക, തിരഞ്ഞെടുക്കുക, നടപടിയിലേക്ക് പ്രവേശിക്കുക. അതാ ഗ്രേസ് ആണ് ദൈവം. അപ്പം എൻ്റെ തീരുമാനത്തിന്മേലും എൻ്റെ തിരഞ്ഞെടുപ്പിന്മേലും ദൈവത്തിൻ്റെ കൃപാവരം ചൊരിയലാണ് ഞാനീ പറയുന്നത് ദൈവത്തിൻ്റെ പ്രസാദവരം എന്ന് പറയുന്നത്. ദൈവം കയ്യൊപ്പ് വയ്ക്കുന്നതാണ് ആ കൃപ ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പം ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കുകയും ദൈവഹിതാനുസാരം ആ തീരുമാനം ഞാൻ നടപ്പാക്കുകയും ചെയ്യുന്ന തിരഞ്ഞെടുപ്പിൻ്റെ നന്മയുടെ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അതുമേൽ ദൈവം അനുഗ്രഹിക്കും, അതിന് ദൈവം അനുഗ്രഹിക്കും. അതാണ് ദൈവത്തിൻ്റെ കൃപാവരം, ദൈവത്തിൻ്റെ പ്രസാദവരം. ആ പ്രസാദവരം നമ്മുടെ ഉള്ളിൽ ഉത്സാഹമായിട്ട് നിറയും. ആ പ്രസാദവരം നമ്മെ ഉത്സാഹത്തോടെ ഈ കൃപയെ നിലനിൽക്കാനായിട്ട് സഹായിക്കും. ഇതാണ് നമ്മൾ നല്ലവണ്ണം യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. അന്ത്യം വരേക്കും അതിന് സ്ഥിരമായ ഉത്സാഹം എന്നാണ്. അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വേണ്ടതാണ്. ഒരിക്കലും ഉത്സാഹിച്ചു എനിക്ക് കിട്ടി, അതുകൊണ്ടാണ് കിട്ടിക്കഴിഞ്ഞു എന്നാരും അഭിമാനിക്കേണ്ടെന്ന് പറയാൻ കാരണം ഇതിങ്ങനെ ഒരു നിരന്തരമായ യാത്രയാണ്.
ഒരു നിരന്തരമായ യാത്രയാണ്. നമ്മൾ പല വിശുദ്ധാത്മാക്കൾ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയ ഒരു വചനമാണിത്, ഒരു 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 സന്ദേശമാണിത്. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാനാവില്ല. അപ്പോൾ എന്നെ കൂടാതെ രക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സഹകരണം ആവശ്യം. എന്താ എൻ്റെ സഹകരണം? ഞാൻ സ്ഥിരമായിട്ട് ദൈവകൃപയിൽ നിൽക്കാനായിട്ടുള്ള എൻ്റെ പരിശ്രമമാണ്, അല്ലെങ്കിൽ ദൈവകൃപയിൽ നിൽക്കാനായിട്ടുള്ള സ്ഥിരമായ പരിശ്രമമാണ്. ഇതാണ് കൂടുതൽ ശരി. ആ എന്നിൽ നിക്ഷേപിച്ച ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ സ്ഥിരമായി പരിശ്രമിക്കലും ആ ദൈവകൃപ എന്നിൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിരന്തരമായി ഉത്സാഹത്തോടെ ഞാൻ ഈ തിന്മയോട് പടവെട്ടി നന്മ കൊണ്ട് നിറയാനായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. ആ യാത്രയാണ്. മദർ തെരേസേനെ നമുക്കത് എടുക്കാൻ പറ്റുമല്ലേ? ഇങ്ങനെ പ്രഭാതത്തിൽ തന്നെ ദിവ്യാനുസനത്തിൽ ഇരിക്കുകയും പിന്നീട് ഉത്സാഹത്തോടെ മരിക്കുന്നത് വരെയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. മദർ തെരേസ തൻ്റെ സഹോദരിമാരോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ഊർജ്ജം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്സാഹം ഉണ്ടാവില്ല, നിങ്ങൾക്ക് തളർച്ചയായിരിക്കും, നിങ്ങൾക്ക് മന്ദതയായിരിക്കും, നിങ്ങൾക്ക് ഇത്രയൊക്കെ മതി എന്നൊരു തോന്നൽ വരും. മദർ തെരേസ പറഞ്ഞല്ലോ, ഗീവ് അണ്ടിൽ ഇറ്റ് ഹർട്ട്സ് യു. നിന്നെ മുറിയുവോളം നീ കൊടുക്കണമെന്നല്ല, മുറിപ്പെടുവോളം നൽകുക. നിന്നിൽ മുറിവുണ്ടാകുവോളം നീ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം നീ ഉത്സാഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഊർജ്ജം ഉണ്ടായേ പറ്റൂ. അല്ലാത്ത പക്ഷം എന്നിൽ ചെളിയാക്കാതെ എന്നിൽ മുറിവുണ്ടാവാതെ ഞാൻ ഒരു മിനിമം ഡിസ്റ്റൻസിൽ നമ്മൾ പറയുന്നല്ലേ ഈ പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കാം, എൻ്റെ സമയം പോയി ഞാൻ കടന്നു പോയിട്ടെന്ന് പറഞ്ഞ് പോകുന്ന അവന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയില്ല. അല്ലെങ്കിൽ പിന്നെ തൊട്ടാ തലയിലാവുന്നതുകൊണ്ട് തലയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്കുലിക്ക് കാശ് കൊടുത്ത് പറഞ്ഞേക്കൽ, അങ്ങനെയൊക്കെയുള്ള ഒരു കാരണം എന്നിൽ മുറിവുണ്ടാവരുത്. ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാം, പക്ഷെ അത് ദൈവകാരുണ്യമാവില്ല, ജീവകാരുണ്യമാവില്ല. ജീവകാരുണ്യമാവണമെന്നുണ്ടെങ്കിൽ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയിൽ ദൈവത്തിൻ്റെ ജീവൻ പ്രവർത്തിക്കാൻ തക്കവണ്ണം അവനിൽ ആ ഒരു ഉണർവും ഉണ്ടാക്കി അവനിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടത്താൻ തക്കവണ്ണം എന്നിൽ മുറിവേൽക്കുമ്പോഴും ആ മുറിവിലൂടെ അവൻ്റെ മുറിവ് ഉണങ്ങുമ്പോഴാണ്. ഇതാണ് നല്ല സമറായനെ കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിച്ചത്. ആ നല്ല സമറായൻ അവൻ മുറിവേൽക്കുകയായിരുന്നു. അവൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അവൻ്റെ എണ്ണ എടുത്തു, അവൻ്റെ പിന്നെ അവിടെ വീണ് കിടന്ന ആളുടെ മുറിവ് വെച്ച് കെട്ടി അവനെ എടുത്ത് തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി, എന്നിട്ട് അവനെ സത്രത്തിൽ കൊണ്ടുവന്നാക്കി. തൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഇനിയും ബാക്കി തന്നോളാം എന്ന് പറഞ്ഞു. ഇതെല്ലാം അവനേറ്റ മുറിവുകളാണ്. ആ മുറിവുകളിലൂടെയാണ് ആ മനുഷ്യൻ്റെ മുറിവെല്ലാം ഉണങ്ങിയത്. ഇതാണ് മദർ തെരേസ പറഞ്ഞത്, ആ ഊർജ്ജം കിട്ടണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സ്ഥിരമായി ഉത്സാഹിക്കുന്നവനായിരിക്കണം. സ്ഥിരമായ ഒരു കൃപയിൽ വർദ്ധിക്കാനായിട്ട് സ്ഥിരമായി, കാരണം ഈ താലന്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്ഥിരമായി ഉത്സാഹിക്കാത്തത് കിട്ടില്ല. താലന്തുകളുടെ ഭൂമിയിൽ ഈശോ കൃത്യമായി പറയുന്നുണ്ടല്ലോ, 1 കൊടുത്തവൻ 2 കൊടുത്തവൻ 5, അല്ല 1, 5, 10. അതാണ് ഈ 1 കിട്ടിയവനും അവനെന്താ ചെയ്തത്? അവൻ ഈ 1 നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അവനൊന്നും ചെയ്തില്ല, അവൻ കൊണ്ട് കുഴിച്ചു വെച്ചു. മറ്റുള്ളവരെന്ത് ചെയ്തു? ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കി. അപ്പം കൃപ എന്നുള്ളത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൃപ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ഉത്സാഹിക്കണം, നമ്മൾ പരിശ്രമിക്കണം, അത് സ്ഥിരമായി ഉത്സാഹിക്കണം. ഇതുകൊണ്ടാണ് ഉള്ളവന് വീണ്ടും നൽകപ്പെടുമെന്ന് ഈശോ പറഞ്ഞത്. കാരണം ഈ നിരന്തരമായ കൃപ വർദ്ധിക്കാനായിട്ട് നടത്തുന്ന പരിശ്രമം നടത്തുന്ന അവനാണ് ഉള്ളവൻ, അവന് ദൈവകൃപയുണ്ട്, അവനാണ് വീണ്ടും ദൈവകൃപ ചൊരിയപ്പെടുന്നത്. അല്ലാത്തവനെ സംബന്ധിച്ചുള്ള ഇല്ലാത്തവൻ ഉള്ളത് അവനിൽ ദൈവകൃപയില്ല. എന്തുകൊണ്ടാണ്? അവനത് കാണിച്ചു. ആ ദൈവകൃപ എന്നുള്ളത് ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്, അവൻ കുഴിച്ചും കൂടി വെച്ചു, വർദ്ധിപ്പിച്ചില്ല. അതിൻ്റെ അർത്ഥം കൃപ ഇല്ല എന്നാണ് അർത്ഥം. കൃപയിൽ വർധനമുണ്ടാകുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുക. അതുകൊണ്ട് അവനിൽ നിന്ന് ദൈവകൃപയില്ലാത്തവനാണ് ഉള്ള താലന്ത് പോലും എടുത്തിട്ട് ഈ ഉള്ളവന് വീണ്ടും നൽകുക ചെയ്യുന്നത്. കാരണം അവൻ സ്ഥിരമായി ഉത്സാഹിക്കുന്നവനാണ്, ദൈവകൃപയിൽ വളരാൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ്. അപ്പോൾ അധ്വാനിച്ചു എന്നിട്ട് അതിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് എപ്പോഴും ഈ മാതാവ് ചെയ്തതുപോലെ സ്ഥിരമായി ഉത്സാഹിക്കണം. മാതാവ് ഈശോയെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈശോയുടെ അമ്മയായി. ഇത് പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുകയല്ലായിരുന്നു ചെയ്തത്. പിന്നീട് എലിശാമ്മയുടെ അടുത്തേക്ക് പോകുന്നു, ഈശോയുടെ കൂടെ നടക്കുന്നു, ഈശോയെ ബലപ്പെടുത്തുന്നു. ഈശോയുടെ മരണശേഷം ഈശോയുടെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടുന്നു, അവരെ ധൈര്യപ്പെടുത്തുന്നു, അവരുടെ അമ്മയായിട്ട് മാറുന്നു, നമ്മുടെ അമ്മയായിട്ട് മാറുന്നു, നമ്മളെ ഓരോരും ബലപ്പെടുത്തുന്നു. ഇങ്ങനെ ഈ പ്രക്രിയ മാതാവ് തുടർന്നുകൊണ്ടേയിരിക്കുക.
സ്ഥിരമായി ഉത്സാഹിക്കുന്ന ഒരു അമ്മയുടെ കൂടെ ഞാൻ മടിയനായിട്ടിരിക്കാതെ സ്ഥിരമായി ഉത്സാഹിച്ച് അമ്മയോടുകൂടി ഈശോയുടെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവാൻ അമ്മ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന പോലെ അമ്മയോടൊപ്പം നമുക്കും സ്ഥിരമായ ഒരു ഉത്സാഹവും സ്ഥിരമായിട്ടുള്ളൊരു പരിശ്രമവും സ്ഥിരമായിട്ടുള്ള അധ്വാനവും നടത്താൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് അമ്മ ഈ മരിയൻ സുഹൃതം അഭ്യസിക്കുന്ന ഒരു മകനിലോ മകളിലോ സന്തോഷത്തിലെത്തിയാവുന്നത്. ഈ മാതാവ് നമ്മളോടൊപ്പം എങ്ങനെ അധ്വാനിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാം. മാതാവ് നമ്മളോടൊപ്പം ഇങ്ങനെ അധ്വാനിച്ച് നമ്മളെ ഉത്സാഹപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഈശോ വീണ്ടും വരും. എന്തിനാണ് വരുന്നത്? നമ്മൾ കൂട്ടിക്കൊണ്ടു പോകാനാണ് വരുന്നത്. നമ്മൾ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന ഈശോയുടെ മുമ്പിൽ നിൽക്കത്തക്കവണ്ണമുള്ള കൃപകൾ കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ മുമ്പിൽ നിൽക്കാനായിട്ടുള്ള യോഗ്യത നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അമ്മ പരിശ്രമിക്കുന്നത്. അപ്പോൾ അമ്മ ഈശോയുടെ രണ്ടാം വരവിനായിട്ട് നമ്മളെ ഒരുക്കുക ചെയ്യുന്ന ഈ സുഹൃതങ്ങളിലൂടെ. കാരണം ഈ സുഹൃതങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ലോകത്തിന് ഈശോ മുറിച്ച് നൽകിയ പോലെ നമ്മളെ തന്നെ മുറിച്ച് നൽകിക്കൊണ്ട് നമുക്ക് നൽകിയ താലന്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്ഥിരമായി ഉത്സാഹിച്ച് ജാഗ്രതയോടുകൂടി ഈശോയുടെ വഴിയിൽ തന്നെ നടന്ന് പിശാചിനോട്, തിന്മയോട്, സാത്താനോട് പടവെട്ടി മുന്നോട്ട് പോയി നമ്മുടെ ആ രണ്ടാം വരവിൽ ഈശോ വരുമ്പോൾ നമ്മൾ സ്വീകാര്യനായി കാണപ്പെടാൻ വേണ്ടിയിട്ടാണ്, ജീവൻ്റെ ഉയർപ്പിനായിട്ട് നമ്മൾ യോഗ്യരാകാൻ വേണ്ടിയിട്ട്. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മക്കൾ എന്നോടൊപ്പം എൻ്റെ മോൻ്റെ അടുത്ത് ഉണ്ടാവണമെന്നുള്ളത്. രണ്ടാം വരവിൽ വന്നു കഴിയുമ്പോൾ ഞാൻ സ്വീകാര്യനായി കാണപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അമ്മയുടെ ഒരു വലിയൊരു ആവേശം, സന്തോഷം, വലിയൊരു പരിശ്രമം, അതിനോടുള്ള സഹകരണമാണ് എൻ്റെ സ്ഥിരമായ ഉത്സാഹം. മാതാവിൻ്റെ ഈ ഒരു ഉത്സാഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കാം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സാറിലൂടെ ഈശോ നമ്മളോട് സംസാരിച്ച ഈ സ്ഥിരമായ ഉത്സാഹം, പ്രത്യേകിച്ച് മാതാവിനോട് ചേർന്നുള്ള ഈ യാത്രയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പേരിൽ സാറിന് ഒത്തിരി നന്ദി. നിരാമയം